السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما وليكم الله ورسوله والذين آمنوا الذين يقيمون الصلاة ويؤتون الزكاة وهم راكعون. وقال النبي صلى الله عليه وسلم: من كنت مولاه فعلي مولاه. اللهم وال من والاه وعاد من عاداه. صدق رسول الله. أنا الذي سمتني أمي هيدرا كاليس غابات كريه المنظرا. ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, സ്നേഹനിധികളായ മുതഅല്ലിം സുഹൃത്തുക്കൾ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മറ്റ് ശ്രോതാക്കൾ, ശാസ്ത്രീയമായും സാങ്കേതികപരമായും ഉന്നതിയുടെ പടവുകൾ കയറിക്കൊണ്ടിരിക്കുന്ന ഈ ആധുനിക ലോകത്ത് ഇസ്ലാമിന്റെ തനതായ ചരിത്രം, ആശയം, വിശ്വാസം വിസ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിന് ചെറുതൊന്നല്ലാത്ത പ്രാധാന്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ വിളക്ക് അത് കെടാതെ നമ്മിലേക്ക് ഏൽപ്പിച്ചവരാണ് ഖുലഫാഉർ റാഷിദീങ്ങൾ. ആ ഖുലഫാഉർ റാഷിദീങ്ങളിൽ പ്രധാനിയും അവസാനത്തേതുമായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ ജീവിതം നന്നാക്കി തരുമാറാവട്ടെ. ആമീൻ. വൈജ്ഞാനികപരമായിട്ടും ധീരമായ ഇടപെടലുകൾ കാരണമായും സഹാബികൾക്കിടയിലുണ്ടായിരുന്ന മഹത്വം കാരണമായും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ മേൽവിലാസം കുറിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വൈജ്ഞാനികമായിട്ടുള്ള ആഴവും പരപ്പും നാം പറയുകയാണെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ധാരാളം മഹത്വം പറഞ്ഞതായി നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അവിടുന്ന് പറയുകയാണ്: അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ. ഇൽമാകുന്ന പട്ടണമാണ് ഞാൻ, ആ പട്ടണത്തിൽ പ്രവേശിക്കാനുള്ള കവാടം അത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്.
അതുകൊണ്ട് തന്നെ ഫമൻ യുരിദിൽ മദീനത ഫൽയഅതിൽ ബാബാ, ആരെങ്കിലും ആ പട്ടണത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ആ കവാടമാകുന്ന അലി ഇബ്നു അബീ താലിബ് തങ്ങളുടെ അടുത്തേക്ക് പോകട്ടെ. നബി തങ്ങളുടെ ഈ ഒരു ഹദീസ് തന്നെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വൈജ്ഞാനികമായിട്ടുള്ള ഊർജം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നിർത്തിയില്ല. മറ്റൊരു സന്ദർഭത്തിൽ നബി തങ്ങൾ പറഞ്ഞത് കാണാം, ഇന്ന അലിയം മിന്നി വ അന മിൻഹു ഫഹുവ മൗലാ കുല്ലി മുഅ്മിൻ. തീർച്ചയായും ഞാൻ അലിയാർ തങ്ങളിൽ പെട്ടതാണ്, അലിയാർ എന്നിൽ നിന്നുമാണ്. എല്ലാ മുഅ്മിനീങ്ങളുടെയും മൗലയായിട്ടുള്ളത് അത് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ആണ്. ഈ ഒരു ഹദീസിന് ശേഷമാണ് അല്ലാഹു തആല സൂറത്തുൽ മാഇദയിൽ 55ാമത് സൂക്തത്തിൽ പറയുന്നത്, ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ്സലാത്ത വയുഅ്തൂനസ് സക്കാത്ത്. തീർച്ചയായിട്ടും മുഅ്മിനീങ്ങളെ നിങ്ങളുടെ സഹായി എന്നുള്ളത് അല്ലാഹുവും അവന്റെ റസൂലും അതുപോലെ തന്നെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്തവരുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്യം നാം ഓർക്കേണ്ടതാണ്, ഇന്ന അലിയം മിന്നി വ അന മിൻഹു. അലി റളിയല്ലാഹു അൻഹു എന്നിൽ പെട്ടവനാണ് എന്നാണ് നബി തങ്ങൾ അവിടുന്ന് പ്രഖ്യാപിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുമ്പോൾ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം. ലൗഹിലും കലമിലുമുള്ള എല്ലാ ഇൽമുകളും മഗീബത്തുൽ ഹംസ എന്നറിയപ്പെടുന്ന മുഴുവൻ 5 ഇൽമുകളും അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വശമായിരുന്നുവല്ലോ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്, ഇന്ന അലിയം മിന്നി. തീർച്ചയായിട്ടും അലിയാർ തങ്ങൾ എന്നിൽപ്പെട്ടവനാണ്. അതുകൊണ്ട് തന്നെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വൈജ്ഞാനികപരമായിട്ടുള്ള ആയത്തെ കുറിച്ച് മറ്റൊരു ചർച്ചയ്ക്ക് ഇവിടെ പ്രസക്തിയില്ല. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനത്തെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളമായി വിശദീകരിച്ചത് കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അന്ത ബിമൻസിലതി ഹാറൂന മിൻ മൂസാ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഹാറൂൻ നബി എപ്രകാരമായിരുന്നോ തുണയായി ഉണ്ടായിരുന്നത് അതുപോലെയാണ് കേട്ടോ അലി തങ്ങളെ നിങ്ങൾ എനിക്കെന്ന് നബി തങ്ങൾ അവിടുന്ന് പറയുകയാണ്. നമുക്കറിയാം, മൂസാ നബിക്ക് ചില പ്രയാസങ്ങൾ സംഭവിച്ചപ്പോൾ ഹാറൂൻ നബിയെ സഹായത്തിനായി കൊണ്ടുവന്നല്ലോ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന് ഇസ്ലാമിലുള്ള സ്ഥാനത്തെ വിവരിക്കുകയാണ്. മറ്റൊരു സന്ദർഭത്തിൽ നബി തങ്ങൾ വിശദീകരിക്കുന്നത് കാണാം, ലാ യുഅദ്ദി അന്നി ഇല്ലാ അന ഔ അലി. എന്റെ കാര്യങ്ങൾ, അതായത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, അത് എനിക്കോ അലി ഇബ്നു അബീ താലിബ് തങ്ങൾക്കല്ലാതെ സാധ്യമല്ല. എന്റെ സ്ഥാനത്ത് എന്തുകൊണ്ടും നിൽക്കാൻ പറ്റിയ വ്യക്തി അത് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ആണെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുന്നു. മറ്റൊരു സന്ദർഭത്തിൽ നബി തങ്ങൾ പറയുന്നു, നബി തങ്ങൾ അലി തങ്ങളെയും ഫാത്തിമ ബീവിയെയും പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമേയും ഒരു പുതപ്പിൽ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് നബി തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഹൗലാഇ അഹ്ലു ബൈതി. ഇത് കേട്ടപ്പോൾ നബി തങ്ങളുടെ വൃത്തിയായ ബർറ എന്ന് പറയുന്ന ഒരു ഒരു സഹാബി വര്യർ ഉണ്ടായിരുന്നു. അവർ നബി തങ്ങളോട് പറയുന്നു, വഅന അയ്ളൻ യാ റസൂലല്ലാഹ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ കൂട്ടിയില്ല. നേരെ മറിച്ച് നബി തങ്ങൾ അവരോട് വീണ്ടും പറയുകയാണ്, ഇലൈക യാ അല്ലാഹ് ലാ ഇലന്നാർ. തുടങ്ങിയ കാര്യങ്ങളൊക്കെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ സ്ഥാനമാനങ്ങളെ നമ്മെ ബോധ്യമാക്കുന്നുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുക്കലേക്ക് ഒരിക്കൽ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പോൾ നബി തങ്ങൾ അവിടുന്ന് ചോദിക്കുന്നു, മാദാ യുബ്കീക യാ അലി ഇബ്നു അബീ താലിബ്, അല്ലയോ അലിയാർ തങ്ങളെ, നിങ്ങളെ വിഷമിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് അലി ഇബ്നു അബീ താലിബ് തങ്ങൾ പറഞ്ഞ മറുപടി, യാ റസൂലല്ലാഹ് ആഹൈത ബൈന അസ്ഹാബിക, തങ്ങൾ തങ്ങളുടെ സഹാബികൾക്കിടയിൽ ഈ രണ്ടാൾക്കാരുടെ ഇടയിൽ തങ്ങൾ ഓരോ ജോഡികളാക്കി സഹോദരന്മാരാക്കി മാറ്റിവെച്ചില്ലേ? ഫലം തുആഖി ബൈനി വബൈന അഹദിൻ, എന്റെയും മറ്റൊരാളുടെയും ഇടയിൽ താങ്കൾ അങ്ങനെ ഒരു സൗഹൃദ ബന്ധമാക്കി തന്നില്ലല്ലോ, താങ്കൾ എനിക്കൊരു ജോഡിയെ നിശ്ചയിച്ചു തന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അൻത അഖീ ഫിദ് ദുനിയാ വൽ ആഖിറ, അലി ഇബ്നു അബീ താലിബ്, താങ്കൾ എന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും സഹോദരനല്ലേ, താങ്കൾ വിഷമിക്കേണ്ട, താങ്കൾ വ്യസനിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങൾ അവിടുന്ന് പറയുകയാണ്. തുടങ്ങി ഇത്യാദി സംഭവങ്ങൾ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചു വെച്ച സ്ഥാനമാനങ്ങളെ നമ്മെ ബോധ്യമാക്കുന്നുണ്ടല്ലോ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയിട്ടുള്ള ഈ സ്ഥാനങ്ങൾ സഹാബികൾക്കിടയിലും നല്ല നിലയിൽ തന്നെ വന്നിരുന്നു. നബി തങ്ങളുടെ വഫാത്തിന് ശേഷം ഖവാരിജികൾപ്പെട്ട ചില ആൾക്കാർ സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പോവുകയാണ്. അവിടുന്ന് ഖവാരിജികൾ പറയുന്നു, നിങ്ങൾക്ക് അലി തങ്ങളെ അലി ഇബ്നു അബീ താലിബിനെ ഒന്ന് തള്ളിപ്പറഞ്ഞുകൂടെ, അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൂടെ, അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിഹസിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ കൊണ്ടതിന് സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാം കൊണ്ടും മഹത്വവൽക്കരിച്ച വ്യക്തിത്വമാണ് അലി ഇബ്നു അബീ താലിബ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മോശമാക്കി പറയാൻ എന്നെ കൊണ്ട് സാധ്യമല്ല എന്ന് പറയുകയാണ്. അപ്പോൾ അവിടുന്ന് വീണ്ടും പറയുകയാണ്, എന്നാൽ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പേര് കൊണ്ട് നിങ്ങൾ പറയണ്ട, അബൂ തുറാബ് എന്ന പേര് കൊണ്ട് പറഞ്ഞൂടെ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് സഹൽ ഇബ്നു സഅദ് തങ്ങൾ പറയുന്നു, അബൂ തുറാബ് എന്ന് പേര് വെച്ച ചരിത്രം നിങ്ങൾക്ക് അറിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവിയുടെ വീട്ടിൽ വന്നു. അപ്പോൾ ചോദിച്ചു, അലിയാർ തങ്ങൾ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഫാത്തിമ ബീവി പറയുകയാണ്, വഖാ ബൈനി വബൈന അലി വബൈനഹു ശൈഉൻ, എന്റെയും അദ്ദേഹത്തിനും ഇടയിൽ ഒരു സൗന്ദര്യ പിണക്കമുണ്ടായിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം പിണങ്ങിക്കൊണ്ട് പള്ളിയിലാണ് ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പോയി വിളിച്ചതല്ലേ അബൂ തുറാബ്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വൈജ്ഞാനികപരമായിട്ടും അതുപോലെ തന്നെ മഹത്വത്തിന്റെയും കുറിച്ച് നാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ധീരതയുടെ വിഷയത്തിൽ അലിയാർ തങ്ങളെ കവച്ചു വെക്കാൻ ആരുമുണ്ടായിരുന്നില്ല. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ അദ്ദേഹത്തിന്റെ മുസ്നദിൽ വിശദീകരിക്കുന്നത് കാണാം. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ധീരശൂര പരാക്രമ കഴിവുകൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖൈബറിന്റെ തലേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾക്കിടയിൽ ഞാൻ നാളെ ഈ പതാക ഒരു ധീരനായ ഒരു വ്യക്തിക്ക് നൽകുമെന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുകയുണ്ടായി. പിറ്റേ ദിവസം എത്തിയപ്പോൾ ഈ പതാക ആർക്കാണ് കൈമാറുക എന്ന് സഹാബികൾ പ്രതീക്ഷയോടെ കാത്തിരുന്നപ്പോൾ അത് നൽകിയത് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനാണ്. അതുപോലെ തന്നെ യുദ്ധത്തിന്റെ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബികളും ശത്രുപക്ഷത്തോട് ഏറ്റുമുട്ടുമ്പോൾ ശത്രുപക്ഷത്തിന്റെ നേതാവായ മർഹബ് എന്ന് പറയുന്ന ആള് അഹന്തയോടുകൂടിയും മതോന്മതത്തിനായിക്കൊണ്ടും അദ്ദേഹം മുസ്ലിം പടക്ക് നേരിടുകയാണ്. ഇത് സഹിക്കവയ്യാതെ അലി ഇബ്നു അബീ താലിബ് തങ്ങൾ അവിടുന്ന് അദ്ദേഹത്തിന് നേരെ അടുക്കുകയാണ്. അലി ഇബ്നു അബീ താലിബ് തങ്ങൾ പാട്ടുപാടിക്കൊണ്ട് പോവുകയാണ്. അനല്ലദീ സമ്മത്നി ഉമ്മി ഹൈദറാ കാലൈ സിറാബാത്തിൻ കരീഹിൽ മംഗറാ. അങ്ങനെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ആ മർഹബിനെ ശത്രുപക്ഷത്തിന്റെ സൈന്യാധിപനെ അവിടുന്ന് വെട്ടിയിടുകയാണ്. തുടങ്ങി ധാരാളം സംഭവങ്ങൾ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ധീരമായ പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ ദീർഘമായി പറയുന്നില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അലിയാർ തങ്ങളോടുകൂടെ ഒരു തോട്ടത്തിനരികിൽ നടന്നു പോവുകയാണ്. തോട്ടത്തിനരികിൽ നടന്നു പോകുമ്പോൾ മനോഹരമായ തോട്ടം കണ്ടുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നു, ഓ
ഈ തോട്ടം വളരെ മനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇതിനേക്കാൾ ഉത്തമമായത് സ്വർഗത്തിൽ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിജയിച്ച സഹാബികൾ മുഴുവനും ഖുലഫാഉർ റാഷിദീങ്ങൾ വിജയിച്ച മുഴുവൻ പേരും തുടങ്ങി എല്ലാ പണ്ഡിതന്മാരും വിജയിച്ചത് അത് നബി തങ്ങളോടുള്ള മഹബത്ത് വെച്ചതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബാക്കളിൽ പെടാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചില്ല. നബി തങ്ങളുടെ താബീങ്ങളിൽ പെടാൻ ഭാഗ്യം ലഭിച്ചില്ല. അവസാന കാലത്തെ നമ്മൾ അല്ലാഹുവിനെ റസൂലിനെ മനസ്സിലാക്കണം, നബി തങ്ങളോട് മഹബത്ത് വെച്ച് ജീവിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിജയം നമുക്ക് കരസ്ഥമാക്കാൻ ലഭിക്കൂ എന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദുആ വസിയത്തോടെ നിർത്തുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.